ഇരു കൈകളും ബന്ധിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥി വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കി. കുത്തുകുഴി കിഴക്കേമേക്കൽ സുരേന്ദ്രൻ ദിവ്യ ദമ്പതികളുടെ മകനും കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ആദിത്യൻ സുരേന്ദ്രനാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടം നേടിയത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം കായലോരം ബീച്ച് വരെയുള്ള 11 കിലോമീറ്റർ വരുന്ന ദൂരം 1 മണിക്കൂർ 35 മിനിറ്റ് എന്ന പുതിയ സമയം കൊണ്ടാണ് നീന്തി കടന്നത്. വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തി കയറിയ ആദിത്യനെ ഫയർഫോഴ്സ് അധികൃതർ, പരിശീലകൻ ബിജു തങ്കപ്പൻ, റിട്ടയർഡ് ഫയർ ഓഫീസർ ടി ഷാജികുമാർ, സ്കൂൾ അധികൃതർ എന്നിവർ ചേർന്ന് നോട്ടുമാലയിട്ട് സ്വീകരിച്ചു. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം. നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് സെക്രട്ടറി AP അൻസൽ ചേർന്ന് നടത്തുന്ന 24ാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്കാണ് ആദിത്യൻ സുരേന്ദ്രൻ നീന്തി കയറിയത്. ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് 11 കിലോമീറ്റർ നീന്തി റെക്കോർഡ് നേടുന്നത്. വൈക്കം കായലോര ബീച്ചിൽ നടന്ന അനുമോദന സമ്മേളനം വൈക്കം നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു വലിയൊരു മാറ്റമാണ്, നമ്മുടെയൊക്കെ രക്ഷകർത്താക്കൾക്കും കൂടി നൽകുന്ന ഒരു പ്രചോദനം കൂടിയാണ്. തീർച്ചയായിട്ടും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബ് കഴിഞ്ഞ 24 പ്രാവശ്യമായി ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളും ഈ നാടിന് തന്നെ അഭിമാനകരമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബിജു തങ്കപ്പനെ ഒരിക്കൽ കൂടി നഗരസഭാ കൗൺസിലിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ കുട്ടി ഒരിക്കൽ കൂടി നിങ്ങളെ ഒരിക്കൽ കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ കുട്ടി നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്. മാർ ബേസിൽ സ്കൂൾ മാനേജർ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി, ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജു, മാർ ബേസിൽ സ്കൂൾ ഹെഡ് മിസ്റ്റസ് ബിന്ദു വർഗീസ്, കോതമംഗലം വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 90 വയസ്സായ ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തുകൂടി ഓടിക്കളിച്ച് നടന്ന പ്രിയ ആദിത്യനിലൂടെ ഈ വിദ്യാലയം ഇന്ന് ചരിത്ര താളുകളിലേക്ക് എഴുതി ചേർക്കപ്പെടുകയാണ്. ഈ വൈക്കം കായലിന്റെ മുന്നിൽ ഇങ്ങനെ കോതമംഗലത്തിന് ഈ നിമിഷം പകരാനായിട്ട് ഞങ്ങളുടെ പ്രിയ ആദിത്യന് കഴിഞ്ഞു എന്നത് അഭിമാനാർഹമായ കാര്യമാണ്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികളടക്കം നിരവധി പേർ നീന്തൽ കാണാൻ എത്തിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.